ആന്ധ്രാപ്രദേശിലെ ശ്രീ സിറ്റിയിൽ ആൽസ്റ്റോം പ്ലാന്റിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 3 കോച്ചുകളാണ് റോഡ് മാർഗം എത്തിച്ചത്. ആലുവ മുട്ടം യാർഡിന് സമീപം പുളിഞ്ചുവടാണ് കോച്ചുകൾ എത്തിച്ചത്. നാളെ പുലർച്ചെ കോച്ചുകൾ മുട്ടം യാർഡിലെ പരിശോധനകൾക്കായി മാറ്റും. 10 ദിവസം നീളുന്ന ഇലക്ട്രിക്കൽ, ബ്രേക്കിംഗ് മുതലായ പരിശോധനകൾക്ക് ശേഷം കോച്ചുകൾ കൂട്ടിയോജിപ്പിച്ച് പരീക്ഷണ ഓട്ടം നടക്കുന്ന ട്രാക്കിലേക്ക് മാറ്റും. 900 മീറ്റർ ട്രാക്കാണ് പരീക്ഷണ ഓട്ടത്തിനായി സജ്ജമാക്കിയിരിക്കുന്നത്. 23-നാണ് മെട്രോയുടെ പരീക്ഷണ ഓട്ടം നിശ്ചയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു ട്രയൽ റൺ യാർഡിൻ്റെ അകത്ത് തന്നെ ഓടിക്കുന്നൊരു ഇതാണുള്ളത്. മെട്രോ റെയിൽ യാഥാർത്ഥ്യമാകുന്ന വലിയൊരു സംഭവത്തിലേക്ക് ഇന്ന് കേരളം വന്നിരിക്കുകയാണ്. ആകെ 25 കോച്ചുകളാണ് കൊച്ചി മെട്രോയ്ക്കായി വേണ്ടത്. 8.4 കോടി രൂപയാണ് ഒരു കോച്ചിന്റെ നിർമ്മാണ ചിലവ്. 3 കോച്ചുള്ള ഒരു റെയിലിൽ 975 പേർക്ക് യാത്ര ചെയ്യാനാകും. 22 മീറ്റർ നീളവും 2.5 മീറ്റർ വീതിയും കോച്ചുകൾക്കുണ്ട്. വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്നതും മുഴുവൻ ശീതീകരിച്ചതുമായ കോച്ചുകളാണ് കൊച്ചി മെട്രോയ്ക്കായി സജ്ജീകരിച്ചിരിക്കുന്നത്. കോച്ചുകളെത്തി, കൊച്ചി മെട്രോ എന്ന സ്വപ്നവും വിദൂരമല്ലാത്ത കാലയളവിൽ സാക്ഷാത്കരിക്കപ്പെടും. ക്യാമറ പേഴ്സൺ അഫ്സൽ രാജിനൊപ്പം പ്രേംലാൽ, മീഡിയ 1 കൊച്ചി.